രക്ഷയില്ലാത്ത വ്യൂ. ഹലോ ഗൈസ്, ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം ഞാനൊരു വ്ളോഗ് എടുക്കുകയാണ്. കുറച്ച് കാലമായി കുറച്ച് തിരക്കിലായിരുന്നു, അതുകൊണ്ട് തിരക്കുകൾക്കൊക്കെ ശേഷം വീണ്ടും നമ്മളെ വ്ളോഗിങ്ങിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഗൂഡല്ലൂരാണ്. നമ്മൾ കാലിക്കറ്റിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകുന്ന വഴിയിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ അതിൻ്റെ ഇടയിൽ കുറച്ച് പരിപാടികളിലൊക്കെ തിരക്കായതുകൊണ്ട് ചെറുതായിട്ട് കല്യാണമൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ വൈഫിനെ കൂട്ടി ഊട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഗൂഡല്ലൂർ വളവിൽ ഞങ്ങൾ വണ്ടി നിർത്തിയാണ്. ആ ഷിഫ്റ്റ് അത് അവിടെ കിടക്കുന്നത് ഞങ്ങളുടെ വണ്ടിയാണ്. അപ്പം ഇനി ഊട്ടി വിശേഷങ്ങളും ബാക്കിയുള്ള ഇവിടെ ട്രാവൽ വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ വ്ളോഗിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. സ്റ്റേ ട്യൂൺ. ഒരു ഏകദേശം 1 hour ട്രാവൽ ചെയ്ത് നമ്മൾ നല്ലൊരു വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു കുറേ ട്രീസ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ളൊരു ചുരമാണ്. അപ്പോൾ അതിൽ കൂടെ ഇങ്ങനെ കറങ്ങി പോകുമ്പോൾ ജസ്റ്റ് വണ്ടി നിർത്തിയാണ്. അപ്പോൾ ആ വ്യൂസൊക്കെ ഒന്ന് കാണാം. ഇങ്ങനെ നല്ല രസമുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി എല്ലാവരും ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്നതാണ്, കുറേ റീൽസൊക്കെ കാണുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഈ വ്യൂസ് ഒന്ന് കാണാൻ വേണ്ടി നിർത്തിയാണ്. ഊട്ടിയിലെ ഗ്രാമങ്ങളുണ്ടാവും. നമ്മൾ ഊട്ടി എത്തിയിട്ടില്ല, ഊട്ടിയിലേക്കുള്ള വഴിയിലാണ്. കിട്ടില്ല ഗ്രാമമല്ലേ, ഇപ്പോൾ ജസ്റ്റ് സൈഡാക്കിയപ്പോൾ കണ്ട ഗ്രാമമാണ്. നല്ല വ്യൂ കേട്ടോ. അങ്ങനെ ഏകദേശം 5 മണിക്കൂറിൻ്റെ ട്രാവൽ ശേഷം നമ്മൾ ഊട്ടിയിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ ഊട്ടിയിലേക്ക് വരുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ വന്ന വഴിയുമൊക്കെ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം നമ്മൾ ഊട്ടിയിലെത്തി. ഇപ്പം തൊട്ടടുത്തുള്ളൊരു കടയിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചു. തമിഴ്നാടൻ ബിരിയാണിയാണ് കഴിച്ചത്. കുഴപ്പമില്ല, ഒരു ആവറേജ് ബിരിയാണി ആയിരുന്നു, കുഴപ്പമില്ലാത്തൊരു ഫുഡ്. അവിടെ എത്തിയിട്ട് അവിടെ സ്റ്റേൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെറിയ തണുപ്പൊക്കെ വന്നിട്ടുണ്ട്, ചെറിയ തണുപ്പ് തലോടൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി രാത്രിയാകുമ്പോൾ കുറച്ചുകൂടി തണുപ്പ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. ഊട്ടി ടൗണിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയിലാണ് വന്നിരിക്കുന്നത്, ടെമറിലോ. അപ്പം കാടിനുള്ളിൽ ഒരു പ്രോപ്പർട്ടിയാണിത്. ഇങ്ങനത്തെ ഒരു 4-5 ചെറിയ സെക്ഷൻസ് ഉണ്ട്. അപ്പം ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളോട്ട് വന്ന് കുറേ ചുരങ്ങളൊക്കെ കയറി നല്ല അടിപൊളി വ്യൂ ഉള്ള ഏരിയാസൊക്കെ കവർ ചെയ്തിട്ട് വേണം ഇവിടെ എത്താൻ. അപ്പോൾ ഈ ഏരിയ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു കാട് സെറ്റപ്പാണ്. അതിനുള്ളിൽ കുറച്ച് വില്ലാസൊക്കെ പോലെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മുകളിൽ നിന്ന് നല്ല നമുക്ക് ടോപ്പ് വ്യൂസൊക്കെ ഉണ്ട്, മൗണ്ടൈൻ വ്യൂസൊക്കെ ഉണ്ട്. അങ്ങനത്തെ നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇവിടെ ചാക്ക് കുടിച്ച് വൈകിട്ട് ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ്. അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിൻ്റെ ഫുൾ സെക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ ബാൽക്കണിയിലാണുള്ളത്. ഇവിടെ ബാൽക്കണിയും അതുപോലെ കഫ്തീരിയയും കൂടിയാണ് ഇവിടെ ഉള്ളത്. അപ്പം നമുക്ക് ഇവിടെ ഫുഡൊക്കെ ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റും. നല്ല മൗണ്ടൻ വ്യൂ ഉണ്ട്, അതുപോലെ നല്ല വാലി വ്യൂ ഉണ്ട്. ഊട്ടിൻ്റെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഫുഡ് കഴിക്കാൻ പറ്റും. അപ്പം നമ്മൾ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയ ശേഷം രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഇവിടെ ഉത്തപ്പം ഉണ്ടായിരുന്നു, അതുപോലെ ഇഡ്ഡലി, അതുപോലെ ടോസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിന് വേണ്ടിയിട്ട് ചട്നി സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഫുഡ് കഴിച്ച് നമ്മൾ ഇവിടുത്തെ റിസോർട്ടിലെ ആളാണ് ഷ്യാം. അപ്പോൾ അവരായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. പറഞ്ഞു. ഈ ഇവിടെ മാക്സിമം ഞാനിവിടെ 6 year വർക്ക് ചെയ്ത്, പിന്നെ എന്ത് ഗസ്റ്റ് വന്നാലും നല്ല ഫുഡ് കിട്ടും. ഭക്ഷണം ഫസ്റ്റ് നമ്മൾ സാറ് പറഞ്ഞ് നല്ല ഫുഡ് ഇവിടെ തരണം. ഗസ്റ്റ് ഹാപ്പി ആയിട്ട് പോകുന്നത് അത് നമുക്ക് ഇഷ്ടപ്പെടാം. എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത്. എല്ലാം ഇവിടെ സ്ഥലത്തിലെ കിച്ചണുണ്ട്. ഞങ്ങൾ ഹോം മെയ്ഡ് മറ്റും ചെയ്യാം. ഈ ഗസ്റ്റ് എന്താ കേൾക്കുതോ ഡേ ബൈ ഡിഫറെൻറ്റ് ഫുഡ് ഞങ്ങൾ തരാം. പിന്നെ ഇവിടെ നീച്ച് 4 room ഉണ്ട്. ബാൽക്കണി 1 room, மொத்தம் 4 room. இது டாமரியில் ஒரு 10 year ரன் பண்ணிகிட்ருக்கோம். நல்ல வியூ பாயிண்ட் இருக்குது. நல்ல கெஸ்ட்டு வந்தால் அவருக்கு எல்லா ஃபெசிலிட்டியும் பண்ணி நாங்கள் அவங்க ஹாப்பியாக அனுப்பிச்சி வைக்கிறது எங்களுடைய இதாக இருக்குது.
ഓക്കെ, എന്തായാലും ഞങ്ങളും ഹാപ്പിയാണ് ഇവിടെ വന്നിട്ട്. അപ്പോൾ ഞങ്ങളിന്ന് ചെക്കൗട്ടാണ്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു. നൈസ്. ഊട്ടി ടൗണിൽ ഒരു ദിവസം നിന്നിട്ട് നമ്മൾ കൂണൂരേക്ക് പോവാണ്. നമ്മളെ ഊട്ടിയിലെ പ്രധാന കാഴ്ചയായിട്ടുള്ള ഊട്ടി ടോയ് ട്രെയിനിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ടോയ് ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഇനി നമ്മൾ കൂണൂരേക്കാണ് പോകുന്നത്. അപ്പം ഇവിടുന്ന് ടോയ് ട്രെയിനിൽ 1 hour ജേണി ഉണ്ട്. നല്ല അതിമനോഹരമായ കാഴ്ചകളൊക്കെ ഈ വ്ളോഗിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ കാണാം. ഇനി കൂണൂരാണ് നമ്മൾ സ്റ്റേ അടിക്കാൻ പോകുന്നത്. ഗൈസ്, സീ യു ദേർ. ട്രെയിനിൽ കയറാനുള്ള തിരക്കാണിത്. നമ്മൾ ഓൾറെഡി റിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കയറി നോക്കാം നമുക്ക്. വാ, കയറാം. അങ്ങനെ ഗൈസ്, ഒരുപാട് കാലത്തെ ആഗ്രഹത്തിന് ശേഷം ഞങ്ങൾ ഊട്ടി ടോയ് ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തുകൊണ്ട് ഏകദേശം ഒരു 300 അടുത്ത് റേഞ്ച് പൈസ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഓൾറെഡി ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സീറ്റൊക്കെ ഉണ്ട്. എന്നാലും കുറേ റഷ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു കുറേ ബുക്ക് ചെയ്ത ആൾക്കാരാണ്. അപ്പം നല്ലൊരു ട്രിപ്പായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇവിടുന്ന് കോണൂർ വരെയാണ് ട്രിപ്പ്. അപ്പോൾ ഗൈസ്, അതിൻ്റെ വിശേഷങ്ങൾ കാണാം. കെറ്റി സ്റ്റേഷനിലെത്തിയിരിക്കുന്നു. അവിടെ നിന്ന് നമ്മൾ വീണ്ടും പുറപ്പെടുകയാണ്. നമുക്ക് വേറൊരു ട്രെയിൻ ഇവിടെ നിന്ന് മീറ്റ് ചെയ്യാൻ പറ്റി. തമിഴിൽ പോകണമെന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നത് കോണൂർ ടു ഊട്ടി ട്രെയിനാണ്. യെസ്. സീൻ വ്യൂ നോക്ക് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ. പിന്നെ മോനെ, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജിൻ്റെ ഭാഗമായിട്ടുള്ള ഊട്ടി ടോയ് ട്രെയിനിലൂടെയാണ് ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ലൈവ് വ്യൂസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാണല്ലോ ഗൈസ്. ടോയ് ട്രെയിനിൽ ട്രാവൽ ചെയ്തിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് ഷെയർ ചെയ്യുക. എനിക്ക് എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളിപ്പം ട്രെയിനിൽ കയറിയിട്ട് ഒരു 5-10 minutes ആയിട്ടേ ഉള്ളൂ. ഇപ്പോൾ തന്നെ എനിക്ക് മുതലായ ഫീലാണ്. ഇനിയും കുറേ കാഴ്ചകൾ ഒക്കെ കാണാനുണ്ട്. ക്യാമറ ഒന്ന് തിരിച്ചു കഴിഞ്ഞുള്ള വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. നൈസ്. അങ്ങനെ ഗൈസ്, കുറേ നേരത്തെ ട്രാവലിന് ശേഷം നമ്മൾ 1 മണിക്കൂർ ട്രാവലിന് ശേഷം കൂണൂർ എത്തിയിരിക്കുന്നു. ഇനി കൂണൂർ ഒന്ന് അടിച്ച് കറങ്ങണം. അതിനുശേഷം നമ്മളെ സ്റ്റേയിലേക്ക് പോകണം. അതാണ് പ്ലാന്. കൂണൂർ സ്റ്റേഷൻ കണ്ടില്ലേ, നൈസ് സ്റ്റേഷനാണ്. നല്ല അടിപൊളി ഭംഗിയൊക്കെയുള്ള സ്റ്റേഷൻ. അപ്പോൾ ഗൈസ്, ബാക്കി വിശേഷങ്ങൾ കാണാം.